ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ മയണൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് പൊരിച്ച് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കുംബറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ട് പൊരിച്ചതാണ്, അപ്പോൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മയണൈസ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിലടിച്ച മയണൈസാണ്. ഇതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ ഫസ്റ്റ് തന്നെ വെജിറ്റബിൾസിൽ ഉപ്പും കുരുമുളകും വിനാഗിരിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിവാക്കിയതിന് ശേഷമാണ് എടുക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇറങ്ങി വരും. പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിനൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബ്രെഡ് വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നൊന്ന് മറിച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതിന് മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് പാനിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് അതിന് മുകളിൽ വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഏത് മെത്തേഡാണെങ്കിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഒന്ന് അമർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അസ്സലാമു അലൈക്കും.